ഹായ്, ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണേ. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളടക്കം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഈ ഹൈദരാബാദ് ബിരിയാണി. അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 10-12 അല്ലി വെളുത്തുള്ളി, ഓരോ കപ്പ് വീതം മല്ലിയില, പുതിനയില, ഒരു നാരങ്ങയുടെ നീര്, ഇത്രയും വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഒരു മീഡിയം സൈസുള്ള 6 സവാള കനം കുറിച്ച് അരിഞ്ഞ് ഓയിലൊന്ന് വറുത്തെടുക്കണേ. ഒപ്പം തന്നെ കാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് അരച്ചെടുത്തിട്ടുള്ള മിക്സും മഞ്ഞളും 1-2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഒനിയൻ ഡെക്കറേഷനായിട്ടുള്ള മാറ്റി വെച്ചിട്ട് ബാക്കി ഒനിയൻ മൊത്തം ഇതിലേക്ക് ചേർക്കാം. അതുപോലെ വറുക്കാൻ എടുത്തിട്ടുള്ള ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സാജീരകം, പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 3 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് വെക്കണേ. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇരട്ടി വെള്ളം എടുക്കണം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, കുറച്ച് പൈനാപ്പിൾ എസൻസ്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളയ്ക്കുന്ന സമയത്ത് അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും അതുപോലെ തന്നെ ചിക്കൻ തിരിച്ചും മറിച്ചിട്ട് വേവിക്കാനും മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ്റെ ഗ്രേവിക്ക്. ഈ ഒരു സമയം കൊണ്ട് റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഗ്രേവി ഉണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ അത്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ്, അതുപോലെ മല്ലിയില, പുതിനയില, ഇനി കുറച്ച് പാലിലേക്ക് മഞ്ഞൾ മിക്സ് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ ഉള്ളിയും കാഷ്നട്ടും ചേർത്തിട്ട് കുറച്ച് ആ ഗരം മസാലയും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ വെന്തത് ഇതിൻ്റെ പുറത്തേക്ക് ഈ മസാല അടക്കം ഈ റൈസിൻ്റെ മുകളിലേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബാക്കിയുള്ള റൈസും കൂടി ചേർത്തിട്ടാണ് ദം ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ഐറ്റംസും ഈ റൈസിൻ്റെ മുകളിലും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് എയർ പോവാതിരിക്കാനായിട്ട് ഞാനൊരു ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി പഴയൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ദം ചെയ്യാനായിട്ട് വെക്കുന്നത്. ഒരു 20 മിനിറ്റ് ദം ചെയ്ത ശേഷം തുറന്നു നോക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത്. നിങ്ങളൊരു ബിരിയാണി ലവർ ആണെങ്കിൽ ഈ ഒരു ബിരിയാണി നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് തൈര്, അതുപോലെ അച്ചാർ, പപ്പടം ഇതൊക്കെ കൂട്ടി തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.